ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് 1000 ആവുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫ്രണ്ട്സ് കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത, എന്നെ അറിയുക കൂടി ചെയ്യാത്ത ആൾക്കാർ എന്നെ സ്വന്തമായിട്ട് കണ്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമാണ് തോന്നിയത്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പാർവതിയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമ്മളൊന്ന് പ്രിപ്പയർ ആയിരിക്കുക. നമ്മുടെ സമയം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഇറക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദേവപ്രിയ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ദേവപ്രിയയ്ക്ക് പറ്റില്ല, നാളെ നമ്മളൊരാളെ കല്യാണം കഴിച്ച് നമുക്ക് ഒരു തരത്തിൽ അയാളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെ പറ്റി ആലോചിക്കും. അതുപോലെയുള്ള ഫ്രീഡം നമ്മുടെ അച്ഛനമ്മയ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് നമ്മളെ ലൈഫ് ഉണ്ടാക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ അവരുടെ തീരുമാനത്തിനെ റെസ്പെക്ട് ചെയ്യണം. അവർ അതിൽ ഹാപ്പി ആണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. കേട്ടല്ലോ? നമുക്ക് ഫർഹാനയുടെ കേസ് നോക്കാം. ഫർഹാന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കംപ്ലീറ്റ്ലി നോയാണ്. ഒരിക്കലും 19 വയസ്സിൽ 20 വയസ്സിലൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതൊരു കോൺട്രവേഴ്സി ടോപ്പിക് ആവുമെന്ന് എനിക്കറിയില്ല. എന്നൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർ 20 വയസ്സിൽ ഗ്രാജുവേറ്റഡ് ആയി, 21 വയസ്സിൽ ഗ്രാജുവേറ്റഡ് ആയി, 25 വയസ്സിൽ ജോലി കിട്ടി, 26 വയസ്സിൽ സെറ്റിൽഡ് ആയി. അതൊന്നും നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ 21 25 വയസ്സാണ് ഒരാൾ സെറ്റിൽ ആവേണ്ട സമയമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അല്ലാതെ ഇതോടുകൂടി എൻ്റെ ലൈഫ് തീർന്നു പോയി എന്ന് വിചാരിച്ച് തോറ്റു കൊടുക്കരുത്. എന്ത് പ്രതിസന്ധിയിൽ കൊണ്ടുവന്നിട്ടാലും ജീവിക്കാൻ പറ്റണം. ഓക്കെ, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. പ്രവീണ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുട്ടീനിൽ കംപ്ലീറ്റ് ഫുൾ ടൈം അയാളോട് സംസാരിക്കുക അങ്ങനെയായിരുന്നു നമ്മുടെ കുറേ കാലമായിട്ടുള്ള റൊട്ടീൻ. പെട്ടെന്നൊരു ദിവസം നമുക്ക് റൊട്ടീൻ മാറുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് നമുക്ക് ഉണ്ടാവും. നമുക്ക് മെൻ്റലി ഉണ്ടാവും, നമുക്ക് ഫിസിക്കലി ഉണ്ടാവും. പെട്ടെന്ന് ഒരു സൈഡ് സ്പേസ് ശൂന്യമായ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതെല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ റിക്കവറായേ പറ്റൂ. കുട്ടിക്ക് ആണെങ്കിൽ രാത്രി പഠിക്കാനാണ് ഇഷ്ടം. പക്ഷെ വീട്ടുകാരാണെങ്കിൽ വെളുപ്പിനെ എണീറ്റ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണ്, അതാണ് കറക്റ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നിർബന്ധിക്കുന്നു.